Hello everyone, welcome to Ace Chemistry. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലിക്കേറ്റ്സ് എന്ന ടോപ്പിക്കാണ്. സിലിക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ സിലിക്കണിന്റെ കോമ്പൗണ്ടുകളാണ് സിലിക്കേറ്റ്. കാർബൺ ഫാമിലി നമ്മളിപ്പോൾ നോക്കുന്നത് ഗ്രൂപ്പ് 14 എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ഓഫ് ഗ്രൂപ്പ് 14 എലമെന്റ്സ്. അതിൽ കാർബണിന്റെ താഴെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആണ് സിലിക്കൺ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ 14 ആയിട്ടുള്ള എലമെന്റ് സിലിക്കൺ. അപ്പോൾ സിലിക്കണിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് സിലിക്കേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സിലിക്കേറ്റ്സ് നോക്കാം. എന്താണ് ബേസിക്കലി സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് SiO സിംഗിൾ ബോണ്ട്, അതായത് സിലിക്കൺ ഓക്സിജൻ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ് സിലിക്കേറ്റ് എന്ന് പറയുന്നത്. സിലിക്കൺ ഓക്സിജൻ സിംഗിൾ ബോണ്ട്. ഇവിടെ സിലിക്കൺ ബോണ്ട് ഇല്ല, അത് പ്രത്യേകം ഓർക്കണം. ഇവിടെ എന്തില്ല? സിലിക്കൺ ബോണ്ട് ഇല്ല. സിലിക്കണും ഓക്സിജനും ആയിട്ട് സിംഗിൾ ബോണ്ട് ആണുള്ളത്. ഈ സിലിക്കേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, ഒരുപാട് സിലിക്കേറ്റ് നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ ഇതെല്ലാതും ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് SiO4 4- ആണ്. പഠിക്കണം. SiO4 4- ടെട്രാഹൈഡ്രൺ ആണ്. ഇവിടെ സിലിക്കണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3. സിലിക്കൺ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp3 ആണ്. അതുകൊണ്ട് ഇത് സ്ട്രക്ചർ എന്താണ്? ടെട്രാഹൈഡ്രൽ ആണ്. ഇതാണ് ഏകദേശം സ്ട്രക്ചർ വരിക. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഒരു സിലിക്കൺ 4 ഓക്സിജൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ട് ഉണ്ട് അല്ലെ, സിംഗിൾ ബോണ്ട് ഉണ്ട്. അതായത് ഇവിടെ കണ്ടോ SiO, ഇവിടെ 4 SiO ബോണ്ടുകൾ ഉണ്ട്. ഇനി ഒരു കാര്യം ഓർക്കാനുള്ളത്, ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് 2D ആയിട്ട് നമ്മൾ ഇങ്ങനെ കാണാൻ വേണ്ടി, ടെട്രാഹൈഡ്രൺ ആണ് കാണാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന സ്ട്രക്ചർ ആണ്. ബട്ട് ഒറിജിനലി ഇത് എങ്ങനെയാണ്? സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റേഷനിൽ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം കേട്ടോ. അതായത് ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ. ഇനി ഇവിടെ അല്ലേ, ശരിക്കും പറഞ്ഞാൽ ടെട്രാഹൈഡ്രൺ പറയുമ്പോൾ 4 ബോണ്ടാണ്. 4 ബോണ്ടുകൾ നമുക്ക് ഇങ്ങനെ വേറെ വേറെ SiO 4 ബോണ്ട് ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ നടുവിലുണ്ടല്ലോ, ഇവിടെ നമ്മൾ ഓക്സിജനെ കാണിക്കും. ഈ ഓക്സിജന്റെ നടുവിൽ ഇതാണ് സിലിക്കൺ. ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതായത് ഇങ്ങനെ ഈ ഡോട്ട് സിലിക്കൺ ആണ്, ഇങ്ങനത്തെ ഡോട്ട് ഓക്സിജനുമാണ്. ഓക്കെ, അതൊന്ന് ഓർക്കണേ. ഈ സാധനം നമുക്ക് ക്ലിയർ ആയി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടെട്രാഹൈഡ്രൽ വരച്ചിരിക്കുന്നത്. ഇത് 3D യിലാണ്, അതുകൊണ്ട് നമുക്ക് പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ കഴിയുള്ളൂ. ഓക്കെ, 3D ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. അത് ഈ സിലിക്കൺ ഇവിടെ തന്നെ, ഓക്സിജൻ ഇവിടെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സിലിക്കൺ ഓക്സിജൻ ബോണ്ട് അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് 3D സ്ട്രക്ചർ നമ്മൾ വലുതാക്കി എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ 2D ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ടെട്രാഹൈഡ്രൺ ആയിട്ട് വരയ്ക്കുന്നു. ബട്ട് ഒറിജിനൽ എങ്ങനെയാണ്? ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള SiO4. ഇവിടെ എന്തുണ്ട്? ഓക്സിജന്റെ മുകളിലേക്ക് മൈനസ് ചാർജ് ഉണ്ട് അല്ലെ. ഈ ഓക്സിജന്റെ മുകളിൽ എന്തുണ്ട്? മൈനസ് ചാർജ് ഉണ്ട്. അതായത് 4 മൈനസ് ചാർജ് ആണ്, ഓക്സിജന്റെ മുകളിലാണ് മൈനസ് ചാർജ് വരിക. അപ്പോൾ 4 നെഗറ്റീവ് ചാർജും വരും. ക്ലിയർ ആയി? അങ്ങനെയാണ് ഈ സിലിക്കേറ്റ്, ബേസിക് ആയിട്ടുള്ള സിലിക്കേറ്റിന്റെ യൂണിറ്റ് SiO4 4-. ഇത് പഠിക്കണം. ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഇത്രയും പഠിക്കണം. പിന്നെ നമുക്ക് സിലിക്കേറ്റ് യൂണിറ്റ്സ് മേ ബി ലിങ്ക്ഡ് ടുഗദർ ബൈ ഷെയറിംഗ് കോർണേഴ്സ്. ഇനി നമ്മൾ സിലിക്കേറ്റ് യൂണിറ്റുകൾ, ഇതിപ്പോ ഒരു സിലിക്കേറ്റിന്റെ ബേസിക് യൂണിറ്റ് ആണ്, അതിങ്ങനെ ലിങ്ക് ചെയ്തിട്ട് എങ്ങനെയാണ്? കോർണർ ഷെയറിംഗ് വഴി. അതായത് കോർണർ ഷെയർ ചെയ്തിട്ട് ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്തിട്ട് ഡിഫറെന്റ് സിലിക്കേറ്റ് യൂണിറ്റുകൾ നമുക്ക് ലിങ്ക് ചെയ്തിട്ട് വലിയ ഡിഫറെന്റ് ആയിട്ടുള്ള സിലിക്കേറ്റുകൾ ഉണ്ടാക്കാം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിലിക്കേറ്റ്. എങ്ങനെയാണ് ഈ ഓക്സിജന്റെ ഷെയറിംഗ് വഴി ലിങ്ക് ചെയ്തിട്ട് നമുക്കൊരു പുതിയ സിലിക്കേറ്റ്സ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് കണ്ടോ, ഓർത്തോ സിലിക്കേറ്റ് ആണ് ആദ്യത്തെ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഓർത്തോ സിലിക്കേറ്റ് എന്നാണ് പേര്. ഓർത്തോ സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ സിലിക്കേറ്റ് തന്നെയാണ് ഓർത്തോ സിലിക്കേറ്റ്. അതായത് എന്തേ ഉള്ളൂ, ഇതിന്റെ SiO4 4- ടെട്രാഹൈഡ്ര. ഇങ്ങനെ നടുവിൽ സിലിക്കൺ ഉണ്ട്, ഇവിടെ ഓക്സിജൻ, ഇങ്ങനെ ഓക്സിജൻ വരുന്നത്. 4 ഓക്സിജൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ 3 ഓക്സിജൻ ഉള്ളു വിചാരിക്കരുത്. ഇത് സിലിക്കണും ഇതിന് ചുറ്റുള്ള ഇതെന്താണ്? ഓക്സിജൻ ആണ്. സോ ഇവിടെ മൈനസ് വരും. ഓക്കെ, ഇതാണ് ഓർത്തോസിലിക്കേറ്റ്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള SiO4 4-. അവിടെ എന്തില്ല? ഷെയറിംഗ്, കോർണേഴ്സിന് ഷെയറിംഗ് ഇല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ സിമ്പിൾ യൂണിറ്റ് തന്നെയാണ്. ഷെയറിംഗ് ഒന്നും ആയിട്ടില്ല. അത് ഇനി ഹയർ സിലിക്കേറ്റിന് പോവാം. ഇവിടെ എന്തില്ല? ഷെയറിംഗ്, കോർണേഴ്സ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. കോർണേഴ്സ് ഉദ്ദേശിക്കുന്നത് ഈ ഓക്സിജൻ ആട്ടോ. ഇതിനി ഷെയർ ചെയ്ത് പുതിയ സിലിക്കേറ്റ് ഉണ്ടാവും, നമുക്ക് ഇനി വരുമ്പോൾ പഠിക്കാണ്ട്. പക്ഷെ ഇവിടെ ഇതേതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിലിക്കേറ്റ് ആണ് ഓർത്തോ സിലിക്കേറ്റ്. ഇവിടെ SiO4 4- ടെട്രാഹൈഡ്ര മാത്രമേ ഉള്ളൂ. കോർണേഴ്സ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഇതിന് എക്സാമ്പിൾ പഠിക്കണം. Mg2SiO4 ഒലിവൈൻ. ഏതാണ്? ഒലിവൈൻ ആണ് Mg2SiO4 എന്ന് പറയുന്നത്. പിന്നെ Zn2SiO4 വില്ലമൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വില്ലമൈറ്റ്, ഇത് വില്ലമൈറ്റ് ആണ്. Mg2SiO4 ഒലിവൈനും Zn2SiO4 വില്ലമൈറ്റും ആണ്. ഇതെന്താണെന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ബിക്കോസ് നമുക്ക് എക്സാമ്പിൾസ് തന്നിട്ട് ഇതേപോലെ സിലിക്കേറ്റ് തന്നിട്ട് ഏത് സിലിക്കേറ്റ് ആണെന്ന് ചോദിക്കും. ഓർത്താണോ? ഇനി നമ്മൾ പഠിക്കുന്ന സൈക്ലോ ഷീറ്റ് എന്നൊക്കെ കുറെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷൻ തരും. ഇത് നമുക്ക് ബൈഹാർട്ട് പഠിക്കുന്ന വേണ്ട. നമുക്ക് ഈ കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു സിലിക്കേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏതാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് ഇവിടെ ഇപ്പോൾ എന്തറിയണം? നമുക്ക് ജനറൽ ഫോർമുല അറിയണം. ഓരോ സിലിക്കേറ്റിന്റെയും ജനറൽ ഫോർമുല നമുക്ക് അറിയണം. ഇതിന്റെ ഫോർമുല എന്താ? SiO4 4- ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? Mg2 അല്ലേ ഇവിടെ ഉള്ളത്. ഈ Mg2 എന്ന് പറയുന്നത് ഒരു മഗ്നീഷ്യത്തിന്റെ എന്താ പറയുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതിന്റെ
ചാർജ് എന്ന് പറയുന്നത് അത് കാറ്റോൺ അല്ല ആവുക. ഒരു മഗ്നീഷ്യത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് എന്താണ് 2+ ആണ് അല്ലെ, 2+ ആണ്. ഈ 2 മഗ്നീഷ്യം ആകുമ്പോൾ 4+ വരും. അപ്പൊ മഗ്നീഷ്യം 2 എന്താണ് ഇവിടെ 4+ ആയി നിൽക്കുകയാണ്. അപ്പൊ ബാക്കി ഇവിടെ എന്ത് വേണം, SiO4 എന്തായി നിൽക്കണം, 4- ആയി നിൽക്കണം, എന്നാലേ ഇത് കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ ഇവിടെ SiO4 4- ആണ്. അത്ര അറിഞ്ഞാൽ മതി. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ Z എന്താണ്, സിങ്ക് എന്താണ് 2+ ആണ്. 2 സിങ്ക് ഉള്ളതുകൊണ്ട് എന്ത് വരും, സിങ്ക് 4+ വരും. ബാക്കി ഇവിടെ SiO4 ഈ 4+ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ത് വേണം, 4- വരണം. അതാണ് നമ്മുടെ ഫോർമുല, SiO4 4-. അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഈ പേര് ജസ്റ്റ് ഓർത്ത് വെക്കാട്ടോ, ഒലിവൈനും വിലമൈറ്റും. ഇനിയിപ്പോ അഥവാ ഈ എന്താ പറയാ ഫോർമുല, കെമിക്കൽ ഫോർമുല തരാതെ ഈ പേര് തരുമ്പോൾ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഒലിവൈൻ, വിലമൈറ്റ്, ഇത് രണ്ടും ഏതാണ്, അത് ഓർത്തോ സിലിക്കേറ്റ് ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ കയറ്റാം, ഒലിവൈനും വിലമൈറ്റും. പിന്നെ എക്സാമ്പിൾ ഉണ്ട് സിർക്കോൺ കേട്ടോ, സിർക്കോൺ. എല്ലാത്തിനും ഫോർമുല പഠിക്കുന്നത് വേണ്ട, സിർക്കോൺ ഇസ് ഓർത്ത് വെക്കാം. അത് മതി, സിർക്കോൺ കൂടെ ഓർത്ത്. ഇത് മൂന്നും എന്താണ്, ഓർത്തോ സിലിക്കേറ്റ് ആണ്. ഒലിവൈനും വിലമൈറ്റും സിർക്കോണും. ക്ലിയർ ആയി? ഓർത്തോ സിലിക്കേറ്റ് അവിടെ കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ അടുത്ത പോകുന്നത് പൈറോസിലിക്കേറ്റ്. ഇതേതാണ് പൈറോസിലിക്കേറ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓക്സിജൻ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു ഓക്സിജൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. 2 ടെട്രാഹെഡ്ര യൂണിറ്റ്സ് ആർ ജോയിൻഡ് ടുഗെദർ ബൈ ഷെയറിംഗ് 1 ഓക്സിജൻ. അതായത് ഇവിടെ കണ്ടോ, ഇതൊരു SiO4 ആണ്. ഇവിടെ ഒരു SiO4, ഇത് രണ്ടും കൂടി ഒരു കോർണർ ഷെയർ ചെയ്തിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരു ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജൻ, ഒരു ഓക്സിജൻ ആണ് രണ്ടും ഷെയർ ചെയ്യുന്നത്. ഇതൊരു SiO4, ഇത് 4-. രണ്ടും എന്താണ്, അവരുടെ ഒരു ഓക്സിജൻ ഷെയർ ചെയ്തേക്കാണ്. ഇതിന്റെ ഒരു ഓക്സിജൻ ആണ് ഇവിടെ, ഈ യൂണിറ്റിന്റെ ഒരു ഓക്സിജൻ ആണ് ഇവിടെ. അത് രണ്ടും പാടെ എന്താണ്, ഷെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ 2 യൂണിറ്റുകൾ ഒരു ഓക്സിജൻ വഴി എന്ത് ചെയ്യുന്നു, അവര് കണക്ട് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, അവരെ പൈറോസിലിക്കേറ്റ് എന്ന് പറയാം. 2 ടെട്രാഹെഡ്രയാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഫോർമുല Si2O7 6-. ഇത് എന്തായാലും പഠിക്കണം കേട്ടോ. Si2O7 6- ആണ് ഇതിന്റെ ഫോർമുല. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ആദ്യം SiO4 4- പഠിച്ചു. രണ്ടാമത്തെ എന്താ, Si2O7 6-. ഇതിന്റെ പേര്, ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഐലൻഡ് സിലിക്കേറ്റ് എന്ന് വിളിക്കും. ഇതിന്റെ എക്സാമ്പിൾ പഠിക്കണം. ഒന്ന് ടോർട്ട് വെറ്റൈറ്റ് എന്ന് ഒരു പേരാണ്, ടോർട്ട് വെറ്റൈറ്റ്. ടോർട്ട് വെറ്റൈറ്റ് ഫോർമുല എന്താ, Si2Si2O7. Si2O7 കണ്ടാൽ പിന്നെ എന്തായിരിക്കും, ഡൗട്ട് ഒന്നുമില്ല, പൈറോസിലിക്കേറ്റ് തന്നെയാണ്. ഓക്കെ, Si2O7 ഉണ്ട് ഇവിടെ. ടോർട്ട് വെറ്റൈറ്റ് എന്താണ്, ഇതാണ്. പിന്നെ ഹെമിമോർഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൂടി, സിലിക്കേറ്റും കൂടി പൈറോസിലിക്കേറ്റ് ആണ്. അതിന്റെ ഫോർമുല ഞാൻ എഴുതാം കേട്ടോ. ഹെമിമോർഫേറ്റിന്റെ ഫോർമുല സിങ്ക് ആണ്, Zn4OH twice Si2O7. ഓക്കെ, ഇതാണ് ഹെമിമോർഫേറ്റ്. ഇവിടെ കണ്ട Si2O7 ഉണ്ട്. സോ ഇവിടെ 6- വരും. ഇതിന്റെ ചാർജ് ഒക്കെ നമ്മൾ ന്യൂട്രലൈസ് ആക്കുമ്പോൾ ഇവിടെ 6- വരാം. അതുകൊണ്ടാണ് ഇതെന്താവുന്നത്, പൈറോസിലിക്കേറ്റ് ആവുന്നത്. സോ ടോർട്ട് വെറ്റൈറ്റ് സിലിക്കൺ എന്ന് ഓർത്ത് വെക്കണം, ഹെമിമോർഫേറ്റിന് സിങ്ക് ഓർത്ത് വെക്കാം. അത്രയ്ക്ക് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഫുൾ ഇതേപോലെ ഓർത്ത് വെക്കാൻ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും ഒരു കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാം. ടോർട്ട് വെറ്റൈറ്റ് എങ്ങനെയാണ്, അവിടെ സിലിക്കൺ ഉണ്ട് ഓർത്ത് വെക്കാം. പിന്നെ ഹെമിമോർഫേറ്റ് ആവുമ്പോൾ സിങ്ക് ഉണ്ട് ഓർത്ത് വെക്കാം. അത്ര ഓർത്ത് വെക്കാം. പിന്നെ Si2O7 ഉള്ളതുകൊണ്ട് രണ്ടും എന്താണ്, പൈറോസിലിക്കേറ്റ് ആണ്. അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ നോക്കാം കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പൊ 2 ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നതാണ് പൈറോസിലിക്കേറ്റ്. ജനറൽ ഫോർമുല Si2O7 6-. ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തെന്ന് പറയുന്നത്, അടുത്ത സിലിക്കേറ്റ് ഏതാ, രണ്ടെണ്ണം പറഞ്ഞേ, ഓർത്തോ പൈറോ പറഞ്ഞു. ഇനി അടുത്ത് സൈക്ലിക് ആണ്. സൈക്ലിക്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ 2 ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ട്. 2 ഓക്സിജൻ ആറ്റംസ് ആർ ഷെയർഡ്. പെർ each SiO4 4- tetrahedron are shared with others to form closed rings. ഇവിടെ എത്ര ഷെയർ ചെയ്യുന്നത്, 2 ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. എങ്ങനെ 2 ഷെയർ ചെയ്യുന്നത്, ഇവിടെ ഇപ്പം കണ്ടു. ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് ഇത് പറയാം. ഒന്ന് Si3O9 6-. ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമുല. വേറൊരു ഫോർമുല എന്ന് പറയുന്നത് Si6O18 12-. ഈ 2 രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ 2 ഷെയർ ചെയ്യുന്നത് കണ്ടോ. ഇതാണ് ഇപ്പൊ നമുക്ക് ഒരു ഫസ്റ്റ് യൂണിറ്റ്, ഇത് യൂണിറ്റ് ആയിട്ട് എടുക്കാം. ഈ ഒരു മോളത്തെ യൂണിറ്റ് നമ്മൾ പറയുന്നത്. ആ മോളത്തെ യൂണിറ്റ് എടുക്കുമ്പോൾ ഇതിന്റെ 2 ഓക്സിജൻ കണ്ടോ, ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നില്ലേ. ഇത് രണ്ടും താഴേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ എടുക്കുകയാണെങ്കിലോ, ഇതിന്റെ എടുക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ എടുക്കുകയാണെ, നീ ഇതാ എടുക്കുന്നത് കേട്ടോ. ഇതെടുക്കാം. ഈ ലെഫ്റ്റിലുള്ള ടെട്രാഹെഡ്രൺ എടുക്കണം. ആ ലെഫ്റ്റിൽ ടെട്രാഹെഡ്രണിൽ ഏതൊക്കെ ഷെയർ ചെയ്യുന്നത്, ഒന്ന് ഇത്, പിന്നെ ഷെയർ ചെയ്യുന്നതോ ഇത് കണ്ടോ, ഇത് മുകളിലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിലുള്ള ടെട്രാഹെഡ്രനായിട്ട് ഇതും ഷെയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി? ഇനി നമ്മൾ ഇതിന്റെ എടുക്കാന്നുണ്ടെങ്കിലോ, ഇതാണ് പറയുന്നത്. ഇത് ഈ ടെട്രാഹെഡ്രൺ കണ്ടോ, ഈ ടെട്രാഹെഡ്രണിന്റെ ഷെയറിങ് നോക്കാന്നുണ്ടെങ്കിൽ എങ്ങനെ വരും, അത് ഇതും ഷെയർ ചെയ്യുന്നുണ്ട്, ഇതും ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? അപ്പൊ ബേസിക്കലി എല്ലാതും എന്ത് ചെയ്യുന്നുണ്ട്, 2 ഓക്സിജൻ ആറ്റംസ് ആണ് ഓരോ ടെട്രാഹെഡ്രനും ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിംഗ് കിട്ടുകയാണ്. അതാണ് സൈക്ലിക് എന്ന് പേര് വന്നത് കേട്ടോ.
അതിൽ തന്നെ ഈ രണ്ട് ഫോർമുല പഠിക്കണം. ഒന്ന് Si3O9 6 പിന്നെ Si6O18 12 ഇൻറ്റു 2 ചെയ്താൽ കിട്ടും. ഇത് പഠിച്ചാൽ മതി. ഇത് ഇൻറ്റു 2 ആണ് ഇത്. ഓക്കെ, ഇതൊന്നും കൂടി വലിപ്പം കൂടുതലാണ്. ഓക്കെ, Si3O9 6 Si6O18 12 ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ബെനിറ്റോയിറ്റ്. ഇതാണ് ബെനിറ്റോയിറ്റ് എന്ന് പറയുന്ന സിലിക്കേറ്റ്. ഏതിന് എക്സാമ്പിളാ? സൈക്ലിക്കിന് എക്സാമ്പിളാ. ഇവിടെ Si3O9 വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ BaTi ഇത് ബാരിയം, ഇത് ടൈറ്റാനിയം, പിന്നെ Si3O9 സിലിക്കേറ്റിന്റെ. ഓക്കെ, അപ്പൊ Si3O9 വന്നുകൊണ്ട് നമുക്ക് സൈക്ലിക് സിലിക്കേറ്റ് ആണ്. ബെനിറ്റോയിറ്റ് ഒരു പേര് ഓർത്തേക്കണം. എന്താണ് ബെനിറ്റോയിറ്റ് അല്ലെ? ബെനിറ്റോയിറ്റ് എന്ന് വിളിക്കാം. ബെനിറ്റോയിറ്റ്. ബാരിയം ഉണ്ട്, ബെനിറ്റോയിറ്റ് ബാരിയം. പിന്നെ ബെനിറ്റോ എന്നല്ല, അപ്പൊ ടൈറ്റാനിയം. ബാരിയം ടൈറ്റാനിയം രണ്ടും ഉണ്ട്. ക്ലിയർ ആയി? ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോർമുലാസ് ഓർത്ത് വെക്കണം. രണ്ട് ഓക്സിജൻ ആറ്റംസ് ഷെയർ ചെയ്യുന്നതാണ് സൈക്ലിക് സിലിക്കേറ്റ്. ഇനി അടുത്തെന്ന് പറയുന്നത് ചെയിൻ സിലിക്കേറ്റ് ആണ്. ഇവിടെ എന്ത് തന്നെയാണ്, രണ്ട് ഓക്സിജൻ ആറ്റംസ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ ക്ലോസ് റിംഗ് അല്ല, ഇവിടെ ചെയിൻ ആണ് ഉണ്ടാവുന്നത്. മറ്റൊരു ക്ലോസ് റിംഗ് ഉണ്ടായി, ഇങ്ങനെ ക്ലോസ് റിംഗ് ഉണ്ടായി. ഇവിടെ പക്ഷെ ക്ലോസ് റിംഗ് ഇല്ല, ഇവിടെ ചെയിൻ ആയിട്ട് ഇങ്ങനെ പോകണം കണ്ടോ. ഇവിടെ ജനറൽ ഫോർമുല എന്താ? SiO3N2N-. ഓക്കെ, SiO3N2N- ആണ് ഫോർമുല. ഇതിന് എക്സാമ്പിൾ പൈറോക്സിൻ ആണ്. പിന്നെ സ്പോഡ്മെൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്, ലിഥിയം അലുമിനിയം പിന്നെ നമ്മുടെ ഈ സിലിക്കേറ്റും കൂടിയുള്ള ഒരു ഇതാണ് സ്പോഡ്മെൻ എന്ന് പറയുന്നത്. സ്പോഡ്മെൻ ഓർത്തേക്കണം. ഇവിടെ കണ്ടപ്പോ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ ഫോർമുല, ജനറൽ ഫോർമുല ഇതായിട്ട് സാറ്റിസ്ഫൈ ഉണ്ട് നോക്കിയേ. ലിഥിയം അലുമിനിയം, ലിഥിയത്തിന്റെ ചാർജ് +1, അലുമിനിയത്തിന്റെ ചാർജ് +3, രണ്ടും പാടെ +4 അല്ലേ? അപ്പൊ ഈ +4 ആണ് ഇവിടെ. അപ്പൊ ഇവിടെ എന്താണ്? -4 വരണം അല്ലെ? 4- വേണം ഇവിടെ വരാൻ. ഈ സിലിക്കേറ്റിന്റെ ചാർജ് 4- ആവണം. അപ്പൊ നോക്കി, ഇവിടെ N എന്ന് പറയുന്നത് എന്താ? N2 അല്ലേ? 2. ഇത് N2 ആണ്. ഇവിടെ 2N ആണ് വരേണ്ടത്. കറക്റ്റ് അല്ലേ? 2N എന്താ ഇവിടെ? 4. കണ്ടോ? അപ്പൊ N ഇവിടെ 2 വന്ന് 2N കിട്ടി നമുക്ക്. 4- ആണ്, കറക്റ്റ് ആണ്. ബിക്കോസ് ഇതിന്റെ +4 ആയത് കാരണം ഇവിടെ -4 വരണം. ഇത് 2 2N, അടിയിൽ 2 മുകളിൽ 2N. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇത് തരാന്നുണ്ടെങ്കിൽ, സപ്പോസ് ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു സംഭവം തരാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് അതിന്റെ ചാർജ് നോക്കിയിട്ട് ഏത് സിലിക്കേറ്റാ പറയാൻ പറ്റും. നേരെ മറിച്ച് ഈ സ്പോഡുമെന്നൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓർത്തന്നെ വെക്കണം അല്ലെ? ഫോർമുല തരാതെ പേര് തരുമ്പോൾ നമുക്ക് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ സ്പോഡുമെൻ എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. സ്പോഡുമെനും പൈറോക്സിനും ഏതാണ്? ചെയിൻ സിലിക്കേറ്റ് ആണ്. ഇനി വേറെ ചെയിൻ സിലിക്കേറ്റ് ഡയോപ്സൈഡ് വേണമെങ്കിൽ പറയാം കേട്ടോ. ഡയോപ്സൈഡ് ഉണ്ട്. ഡയോപ്സൈഡ്. ഓക്കെ, ഡയോപ്സൈഡ് കാൽഷ്യത്തിനാണ്. കാൽഷ്യം മഗ്നീഷ്യം പിന്നെ SiO3N. SiO3 2 ആണ്. SiO3 2. ഇത് ഡയോപ്സൈഡ് എന്താണ്? അതും ഒരു ചെയിൻ സിലിക്കേറ്റ് ആണെന്ന് ഓർത്തേക്ക്. ഇത്രയൊക്കെ മതി. ഇപ്പൊ പൈറോക്സിൻ, സ്പോഡുമെൻ, ഡയോപ്സൈഡ്. ജനറൽ ഫോമിലാണ് നമുക്ക് ഇമ്പോർട്ടന്റ് Si3N2N-. മിക്കവാറും നമുക്ക് ഫോർമുല തരും, പേരാകൂല, ഫോർമുല തരും. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്ക് കണ്ടുപിടിക്കാൻ. പക്ഷെ എന്താണ് നിർബന്ധമായിട്ടും ഇതറിയണം. Si3N മുകളിൽ 2N-. ഇതാണ് നമ്മുടെ ചെയിൻ സിലിക്കേറ്റ്. ഇനി ഈ ചെയിൻ സിലിക്കേറ്റ് ചിലപ്പോൾ ഡബിൾ ചെയിൻസ് ഫോം ചെയ്യാം. ഇവിടെ ഇപ്പൊ സിംഗിൾ ആയിട്ട് ഇങ്ങനെ പോകുന്ന ചെയിൻ അല്ലെ? ഇവിടെ കണ്ടു, രണ്ട് ഓക്സിജൻ ആറ്റം ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ്? ഇവിടെ ഈ ഒരു ടെട്രാഡ് എടുക്കുകയാണെങ്കിൽ അതിന് രണ്ട്, ഈ ഓക്സിജനും എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ടെട്രാഡ് ഇത് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇതും ഷെയർ ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണമാണ് ഷെയർ ചെയ്ത് പോകുന്നത്. സോ അത് ഓക്കെയാണ്. ഇനി ഇതിന് പകരം നേരുള്ളതിന് പകരം ഡബിൾ ചെയിനുകൾ ഫോം ചെയ്യാം. ഇങ്ങനെയാണ് ഡബിൾ ചെയിൻ ഫോം ചെയ്യുന്നത്. അവിടെ ഫോർമുല എന്തായിട്ട് മാറും? Si4O11N. ഇവിടെ ഒക്കെ മാറിയില്ലേ? ഇവിടെ എന്തായിരുന്നു? ഇവിടെ Si O3N ആയിരുന്നു. ഇവിടെ Si4 വന്നു, O11 വന്നു. പിന്നെ N ഉണ്ട് ഇവിടെ, അത് N തന്നെയാണ്. മുകളിൽ എന്ത് ചെയ്തു? 6N- വന്നു. ഓക്കെ, 2N- ആയിരുന്നു സാധാരണ ചെയിൻ സിലിക്കേറ്റ്. ഡബിൾ ചെയിൻ ആകുമ്പോഴോ അതെന്തായിട്ട് മാറും? 6N-. മറ്റൊടത്ത് എങ്ങനെയായിരുന്നു? Si O3 ഉണ്ടായിരുന്നുള്ളൂ, N ആയിരുന്നു. ഇവിടെ Si4O11N അല്ലെ? അത്രയും വ്യത്യാസം വന്നു. സോ ഈ ഡിഫറൻസ് എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തേക്കണം. പക്ഷെ ഓർത്തേക്കാൻ കുറച്ച് അധികം ഉണ്ട്, പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല പഠിക്കല്ലാതെ അല്ലെ? ഓക്കെ, ഇതിന് പേരാണ് ആംഫിബോൾ ട്ടോ. ഡബിൾ ചെയിൻ സിലിക്കേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആംഫിബോൾ. ഇവിടെ ഡബിൾ ചെയിൻസ് ഉണ്ടാവുന്നുണ്ട്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തെർമോലൈറ്റ് പറയാം. തെർമോലൈറ്റ് ഫോർമുല എന്താ? Ca2Mg5. ബാക്കി പിന്നെ SiO11 2 times OH2 ഇത്രയും വരും. ഇവിടെ Si4 ഉണ്ടായിരിക്കും. Si4 ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, Si4. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഡബിൾ ചെയിൻസ് വരുന്നത്. തെർമോലൈറ്റ് എന്ന് ഓർത്ത് വെക്കാം. ഈ ഫോർമുല പഠിക്കുന്നത് പോസിബിൾ അല്ല കേട്ടോ. നമ്മൾ ചാർജ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഇത് നോക്കിയിട്ട് ഇപ്പൊ 2- ആയിരിക്കും, ഇവിടെ 2+, 2 കാൽഷ്യം 4+, അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ തരും. പക്ഷെ ഈ തെർമോലൈറ്റ് എന്ത് ചെയ്യാനൊന്ന് ഓർത്ത് വെക്കാം. മറ്റ് നമുക്ക് ചാർജ് വെച്ച് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, തെർമോലൈറ്റ് ഇപ്പൊ എന്താണ്? ഡബിൾ ചെയിൻ ആണ്. ഇവിടെ നമ്മൾ ഏതൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടോ? സ്പോഡുമെനും പൈറോക്സിനും ഡയോപ്സൈഡും പഠിച്ചു. അത്രേ ഉള്ളൂ. അതാണ് സാധാ ചെയിൻ സിലിക്കേറ്റുകൾ. അപ്പൊ ഡബിൾ ചെയിനുമായി ചെയിൻ കഴിഞ്ഞു. അടുത്ത ടൈപ്പ് ഓഫ് സിലിക്കേറ്റ് ആണ് ഷീറ്റ് സിലിക്കേറ്റ്.
2D സിലിക്കേറ്റ് ആട്ടോ. 2D സിലിക്കേറ്റ് ആണ് ഷീറ്റ് സിലിക്കേറ്റ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഫില്ലോ സിലിക്കേറ്റ് എന്ന് പറയും. ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് Si2O5N മുകളിൽ 2N-. ഒന്നുകൂടെ എഴുതാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ Si2O5 N മുകളിലോ 2N-. ഇവിടെ എന്താണ് 3 ഓക്സിജൻ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. 3 ബ്രിഡ്ജിങ് ഓക്സിജൻ ഷെയർ ചെയ്യുന്നു. സൈക്ലിക്കിലും നമ്മുടെ ചെയിനിലും എന്തായിരുന്നു 2 ഓക്സിജൻ ആയിരുന്നു. ഇവിടെ 3 ഓക്സിജൻ ആണ് ഷെയർ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മസ്കോവൈറ്റും ക്ലേയും. കണ്ടോ ഇതാണ് സ്ട്രക്ചർ വരാം. ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നത്? ഇപ്പൊ ഈ ഒരു ടെട്രാഹൈഡ്രൽ എടുക്കാന്നുണ്ടെങ്കിൽ നടുവിലൊന്നും എടുക്കുക എന്നാലും മനസ്സിലാവുള്ളൂ. കണ്ടോ ഇവിടെ ഇതും ഷെയർ ചെയ്യുന്ന ഈ ഒരു ഇത് എടുക്കുന്ന കേട്ടോ. ഇത് നമ്മൾ എടുക്കുമ്പോൾ നടുവിലുള്ള ചെറിയൊരു ടെട്രാഹൈഡ്രൽ എടുക്കുമ്പോൾ ഷെയറിങ് എവിടെയൊക്കെ വരുന്നുണ്ട്? ഈ ഓക്സിജൻ ഈ ഓക്സിജൻ ഈ ഓക്സിജൻ കണ്ടോ 3 ഓക്സിജൻ അവിടെ ഷെയർ ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണ് എക്സാമ്പിൾ മസ്കോവൈറ്റും ക്ലേയും. ഇത് നമുക്ക് ഷീറ്റ് സിലിക്കേറ്റിന് കുറച്ചുകൂടെ എക്സാമ്പിൾ എഴുതാം. ടാൽക്ക് എഴുതാം കേട്ടോ. ടാൽക്ക് ഇതിന് എക്സാമ്പിൾ. ഇതിന്റെ ഫോർമുല ഒന്ന് ഓർത്തേക്കണം. ടാൽക്കിന്റെ ഫോർമുല ടാൽക്ക് എന്താണ്? മഗ്നീഷ്യം Mg3OH ത്രൈസ് Si4O10 ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ Mg3OH ത്രൈസ് Si4O10. ഈ മഗ്നീഷ്യം ഉള്ളത് ടാൽക്കാന്ന് ഓർത്തേക്കണം. പിന്നെ ഇതിന്റെ നമുക്ക് ഇതൊന്ന് കണ്ടുനോക്കാം. കറക്റ്റ് ആയിട്ട് ഈ ഒരു ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കി നോക്കാം. Mg3 എന്ന് പറഞ്ഞാൽ എന്താ? മഗ്നീഷ്യത്തിന്റെ ചാർജ് 1ന്റെ 2+ ആണ് ഓക്സിജൻ സ്റ്റേറ്റ്. 3 ആകുമ്പോഴോ +6 വരും. OH ആണെങ്കിൽ മൈനസ് ആണ് ഒറിജിനലി. 3 മൈനസ് വരും -3 വരും. അങ്ങനെ -3 വന്നു. അപ്പൊ നമുക്ക് ഇവിടെ 6 - 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക ടോട്ടൽ? ഇവിടെ 3 ആണല്ലേ, +3. അപ്പൊ ഇവിടെ നമുക്ക് ബാലൻസ് എന്ത് വേണം? -3 വേണം അല്ലേ. അപ്പൊ കിട്ടുന്നുണ്ടോ? Si4O10 -3 ആണല്ലേ. അപ്പൊ എങ്ങനെ കിട്ടത്? ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. ഈ OH3 അല്ല, ഇവിടെ OH2 ആണ്. അതാണ് നമുക്ക് കിട്ടാത്തത്. കണ്ടോ ഇവിടെ എന്താ വരിക? ഒരു സെക്കൻഡ്, OH2 വരും. 3 അല്ല കേട്ടോ, 2 ആണ്. അത് മിസ്റ്റേക്ക് ആയതാ. അപ്പൊ Mg3OH2 Si4O10 ആണ് ടാൽക്ക്. പിന്നെ ഇത് നോക്കിയേ. അപ്പൊ മഗ്നീഷ്യം ഇവിടെ -2 വരും അല്ലെ. മഗ്നീഷ്യം +6 കറക്റ്റ് ആണ്. 3 മഗ്നീഷ്യം. ഓരോ OH ഒരു മൈനസ് ആണ്. 2 OH -2. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ 4 കിട്ടും. +4 ആണ് ഇവിടെ കിട്ടാം. അപ്പൊ ഇവിടെ എന്ത് വരണം? -4 വരണം. ഓക്കെ, -4 വരണം എന്നുണ്ടെങ്കിൽ -4 വരണം. നമ്മുടെ ഫോർമുല നോക്കിയേ. Si2O5N2N. അതായത് ഇവിടെ നമുക്ക് Si4O10 ആണ്. പക്ഷെ നമ്മുടെ ഫോർമുല Si2O5 ഉള്ളു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. Si4നെ 2 ആക്കാം. ഇത് രണ്ടിന് പകുതി എടുക്കാം. ഓക്കെ, 10ന്റെ പകുതി 5, 4ന്റെ പകുതി 2. ഈ പുറത്ത് എന്ത് എഴുതണം? 2 എന്ന് എഴുതണം. നല്ല ഇതാവുള്ളൂ. അപ്പൊ കണ്ടോ 5 × 2 10. 2 × 2 4 കറക്റ്റ് ആയി. മുകളിലോ 4-. ഇപ്പൊ സാറ്റിസ്ഫൈ എന്ന് നോക്കിയേ. ഇവിടെ 2 മുകളിൽ 2N. അതല്ലേ ഇവിടെ താഴെ N മുകളിൽ 2N-. കണ്ടു ഇവിടെ 2 ഇവിടെ 4 അല്ലെ. 2N എന്താണ്? 4 ആണ്. 2 × 2 4. ഓക്കെ, അപ്പൊ ഇത് സാറ്റിസ്ഫൈ ആയി. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അത് ഏതാണ് അറിയാം. അപ്പൊ ജനറൽ ഫോർമുല ഇത് പഠിക്കൽ നിർബന്ധമാണ് അല്ലെ. Si2O5N2N-. ഓക്കെ, ഏതാണ്? ഷീറ്റ് സിലിക്കേറ്റ് ആണ്. അപ്പൊ ടാൽക്ക് കിട്ടി. ടാൽക്കും പിന്നെ ഒന്നും കൂടി ഉണ്ട്. ജസ്റ്റ് എഴുതാട്ടോ. ടാൽക്ക് ഫോർമുല മാത്രം എഴുതുന്നുള്ളേ. മറ്റേ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. ഇത് ഓക്കെ. ഒരു കോമ്പൗണ്ട് നമുക്കുള്ളത് കയലോനൈറ്റ് ആട്ടോ. കയലോനൈറ്റ് KAOLINIT. കയലോനൈറ്റ് എന്ത് തന്നെയാണ്? ഷീറ്റ് സിലിക്കേറ്റ് ആണ്. അത് അലുമിനിയം ആണ്. AlOH4 Si2O5. ഈ അലുമിനിയം വരുന്നത് കാലോനൈറ്റ് ആണ്. മഗ്നീഷ്യം വരുന്നത് ടാൽക്ക് ആണ്. അത്ര നമുക്ക് ഓർത്തേക്കാം കേട്ടോ. കാലോനൈറ്റ് അലുമിനിയം ആണ്, മഗ്നീഷ്യം ടാൽക്ക് ആണ്. അത്രയും ഓർത്തേക്കും. പിന്നെ മസ്കോവൈറ്റ് ഉണ്ട്, ക്ലേയും ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഷീറ്റ് സിലിക്കേറ്റ് ആണ്. ഇത്ര എന്തായി? ഷീറ്റ് സിലിക്കേറ്റ് ആയി. നെക്സ്റ്റ് ഇതാണ് 3D സിലിക്കേറ്റ്. 3D സിലിക്കേറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത്? എല്ലാ കോണറും എല്ലാ 4 കോണറുകളുള്ളത്, 4 ഓക്സിജൻ ആണ് ഉള്ളത്. ഇപ്പൊ എല്ലാ കോണറും എന്ത് ചെയ്യുന്നു? 4 കോണർ ഇവിടെ ഷെയർ ചെയ്യുന്നു. SiO4 ടെട്രാഹൈഡ്രലിന്റെ 4 കോർണേഴ്സും ഷെയർ ചെയ്തുണ്ടാവുന്നതാണ് 3D സിലിക്കേറ്റ്. ഇവിടെ ഫോർമുല SiO2N. ഇത് നമുക്ക് എക്സാമ്പിൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഫോർമുല ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എക്സാമ്പിൾ നോക്കി വെക്കാം. ക്വാർട്സ്, ട്രൈഡമൈറ്റ്, ക്രിസ്റ്റോബലൈറ്റ്. ഓക്കെ, അപ്പൊ ക്വാർട്സ് ഒക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട് അല്ലെ. പിന്നെ ട്രൈഡമൈറ്റ്, ക്രിസ്റ്റോബലൈറ്റ്. പിന്നെ ഈ 3D സിലിക്കേറ്റിന്റെ വേറൊരു പേരാണ് ടെക്ടോസിലിക്കേറ്റ്. ടെക്ടോസിലിക്കേറ്റ് ഏതാ ചോദിച്ചാൽ 3D സിലിക്കേറ്റാ. നമ്മൾ നേരത്തെ പൈറോസിലിക്കേറ്റിന് വേറെ പേര് പറഞ്ഞില്ലേ, ഫില്ലോസിലിക്കേറ്റ് അല്ലെ. ഫില്ലോസിലിക്കേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അല്ല, ഫില്ലോ അല്ല, സോറി. പൈറോസിലിക്കേറ്റ് ഐലൻഡ് ആണ്. ഐലൻഡ് സിലിക്കേറ്റ് ആണ് പൈറോസിലിക്കേറ്റ്. ഫില്ലോ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? സൈക്ലിക് ആയിരുന്നു എന്ന് തോന്നുന്നു. അതോ ചെയിൻ ആണോ? ഏതാണ് നോക്കട്ടെ. ഫില്ലോ എന്ന് അറിയപ്പെടുന്നത് നമ്മൾ എവിടെയോ പറഞ്ഞല്ലോ. ആംഫിബോൾസ് ചെയിൻ ആണ്. ഡബിൾ ചെയിൻ ആണ് ആംഫിബോൾ. ഡബിൾ ചെയിൻ ആംഫിബോൾ ആണ്. ഫില്ലോ നമ്മൾ ഇവിടെ പറഞ്ഞല്ലേ. ഓക്കെ, ഷീറ്റ് സിലിക്കേറ്റിനാണ് ഫില്ലോ സിലിക്കേറ്റ്. ഓക്കെ,
ഷീറ്റ് സിലിക്കേറ്റ്, ഫില്ലോസിലിക്കേറ്റ്, പൈറോസിലിക്കേറ്റ്, ഐലൻഡ് സിലിക്കേറ്റ്, ടെക്ടോസിലിക്കേറ്റ് ഏതാ 3D സിലിക്കേറ്റ്. ആംഫിബോൾസ് എന്ന് പറയുന്നത് ഡബിൾ സെൻ സിലിക്കേറ്റ്. അപ്പൊ ഇത്രയും വേറെ പേരുകളൊക്കെ ഇതിനുണ്ട്. ക്വാർട്സ്, ട്രൈഡമൈറ്റ്, ക്രിസ്റ്റോബലൈറ്റ്. ഓക്കെ, എല്ലാ കോർണർ 4 കോർണറും ഷെയർ ചെയ്യുന്നു. അതോടെ 3D സിലിക്കേറ്റ്സും ആയി. ഇത്രയാണ് നമുക്ക് സിലിക്കേറ്റ്സിൽ. പിന്നെ നമുക്ക് പറയാനുള്ള അലുമിനോ സിലിക്കേറ്റ് പറയുന്ന സംഭവം കൂടി ഉണ്ട്. അലുമിനോ സിലിക്കേറ്റ് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ Si4+ പകരം എന്ത് ചെയ്യുന്നു Al3+ വരും. അതായത് ചില Si4+ കാറ്റോൺസിന് പകരം Al3+ കാറ്റോൺ റീപ്ലേസ് ചെയ്ത് വരുന്നതാണ് അലുമിനോ സിലിക്കേറ്റ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ഫ്ലഡ്സ്പാർ. ഫ്ലഡ്സ്പാർ അല്ലെ, ഫ്ലഡ്സ്പാറിന് ഒരു സിലിക്കേറ്റ് ആണ്, അലുമിനോ സിലിക്കേറ്റ് ആണ് ഓർത്തോക്ലോസ് എന്ന് പറയുന്നത്. ഓർത്തോക്ലോസ്, ഈ ഫ്ലഡ്സ്പാറിന്റെ എക്സാമ്പിൾ ആണ് ഓർത്തോക്ലോസ് കേട്ടോ. ഇതിന്റെ ഫോർമുല K ഉണ്ട് പൊട്ടാഷ്യം, പിന്നെ അലുമിനിയം Si3O8. ഇത്ര വരുന്ന ഒരു ഫോർമുലയാണ് നമ്മുടെ ഫെൽഡ്സ്പാർ, ഒരു ഓർത്തോക്ലോസ് ആണിത്. ഓക്കെ, ഫെൽഡ്സ്പാറിന് എക്സാമ്പിൾ ആണ് ഓർത്തോക്ലോസ്. പൊട്ടാഷ്യം ഉണ്ട്, അലുമിനിയം ഉണ്ട്, പിന്നെ Si3O8. സിയോലൈറ്റ്, സിയോലൈറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇത് കാറ്റോൺ എക്സ്ചേഞ്ച് ഒക്കെ അലൗ ചെയ്യുന്ന, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസിനും കാറ്റോൺ എക്സ്ചേഞ്ച് ഒക്കെ അലൗ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് സിയോലൈറ്റ്. ഇതൊരു അലുമിനോ സിലിക്കേറ്റ് ഫ്രെയിംവർക്ക് ആണ് സിയോലൈറ്റ് എന്ന് പറയുന്നത്. ഇത് കാറ്റോൺ എക്സ്ചേഞ്ചേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മോളിക്കുലർ സിവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആസിഡ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഷേപ്പ് സെലക്ട് കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. സിയോലൈറ്റിന്റെ ഫംഗ്ഷൻസ് ആണ് ഇതൊക്കെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, എന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. നമ്മൾ സോഡിയം സിയോലൈറ്റ് ഒക്കെ എന്താ ഉപയോഗിക്കുന്നുണ്ട്, ഹാർഡ് വാട്ടർ അല്ല, നമ്മൾ ഹാർഡ് വാട്ടർ, അതായത് കാൽഷ്യം മഗ്നീഷ്യം അയോൺസിലാണ് നമ്മൾ ഹാർഡ് വാട്ടർ. അപ്പൊ ഹാർഡ് വാട്ടർ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ സിയോലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്ത് വഴിയാ, ഈ കാറ്റോൺ എക്സ്ചേഞ്ച് മെക്കാനിസം വഴിയാ. അതായത് ഈ സിയോലൈറ്റ് വരുമ്പോൾ, സോഡിയം സിയോലൈറ്റ് വരുമ്പോൾ NaZ ആണ് സോഡിയം സിയോലൈറ്റ്. അപ്പൊ ഈ കാൽഷ്യം മഗ്നീഷ്യത്തിന് പകരം നമുക്ക് സോഡിയം എന്താണ് അവിടെ റീപ്ലേസ് ചെയ്യണം, അത് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ സോഫ്റ്റനിങ് ഓഫ് ഹാർഡ് വാട്ടർ എന്ന പ്രോസസ്സിലാണ് നമ്മൾ കാറ്റോൺ എക്സ്ചേഞ്ചർ ആയിട്ട് സിയോലൈറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ കാൽഷ്യത്തിനും മഗ്നീഷ്യത്തിനും പകരം എന്ത് ചെയ്യും, സോഡിയം എക്സ്ചേഞ്ച് ആയിട്ട് അങ്ങനെ അത് സോഫ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ പറയാം. സിയോലൈറ്റിന്റെ വേറെ ഫംഗ്ഷൻസ് ആണ് മോളിക്കുലർ സീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ആസിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ഷേപ്പ് സെലക്ട് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഓർത്തേക്കാം, നമുക്ക് ഇത്ര എന്തുള്ളൂ ഇതിൽ പഠിക്കാനുള്ളൂ കേട്ടോ. ഈ ടോപ്പിക്കിൽ, സിലിക്കേറ്റ് എന്ന ടോപ്പിക്കിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി എന്ത് എഴുതാം, ഇത് നമ്മൾ സമ്മറൈസ് ചെയ്ത് ഞാൻ ഒന്ന് എഴുതാം. ഈ ഫോർമുലാസ് ഓർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സോ ക്വിക്കായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ആദ്യം എന്തായിരുന്നു, ഓർത്തോ സിലിക്കേറ്റ് അല്ലെ, ഓർത്തോ ആണ് ഫസ്റ്റ്. ഓർത്തോ ജനറൽ ഫോർമുല എന്തായിരുന്നു, SiO4 ടെട്രാഹെഡ്ര. അതിൽ വേറെ എക്സ്ട്രാ ഒന്നുമില്ല, നമ്മൾ സാധാ ടെട്രാഹെഡ്ര. ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ഓർത്തോ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പഠിച്ച പൈറോ ആയിരുന്നു അല്ലെ. പൈറോ എന്തായിരുന്നു, Si2O7. ഇവിടെയോ ചാർജ് 6- അല്ലെ, 6- അതെ. ഇനി അടുത്തത് സൈക്ലിക്. സൈക്ലിക് നമ്മൾ പഠിച്ചു, രണ്ടെണ്ണം പഠിച്ചു. ഏതൊക്കെയായിരുന്നു, ഒന്ന് Si3O9 6-ഉം, പിന്നെ Si6O18 12-. ഇതിനെല്ലാം ജസ്റ്റ് നോക്കട്ടെ കേട്ടോ, ഞാൻ ജസ്റ്റ് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാണ്, അതുകൊണ്ട് തെറ്റുണ്ടല്ലോ. Si3O9 6-, Si6O18 12-. കറക്റ്റ് ആണ് അല്ലേ. ഓക്കെ, ഇവിടെ ഓക്കെ, Si6O18 12-, രണ്ടും കിട്ടി. സൈക്ലിക് കഴിഞ്ഞു. ഇനി അടുത്തതോ, അടുത്ത ചെയിൻ ആണ്. ചെയിൻ എന്തായിരുന്നു ഫോർമുല, മുകളിലേക്ക് എഴുതട്ടെ, അല്ലെങ്കിൽ കൊള്ളൂല. ചെയിൻ Si O3N, പിന്നെ മുകളിൽ 2N-. ഇതായിരുന്നു ചെയിൻ. ചെയിൻ കണ്ട് നമ്മൾ എന്താ പഠിച്ചേ, ഡബിൾ ചെയിനും പഠിച്ചു അല്ലെ. ഡബിൾ ചെയിനും പഠിച്ചിരുന്നു. ഡബിൾ ചെയിനും ഉണ്ട്. ഡബിൾ ചെയിൻ എങ്ങനെയായിരുന്നു, Si എന്തായിരുന്നു 4 അല്ലെ, 4O11 ആയിരുന്നു. 11 വരുന്നൊക്കെ ഡബിൾ ചെയിനിലാണ് അല്ലെ. ഇവിടെ N, ഇവിടെ 6N-. ഇത് കൊള്ളും തോന്നുന്നില്ല, നമുക്ക് അടുത്ത പേജിൽ എഴുതാം കേട്ടോ. ഇത് Si4O11, N മുകളിൽ 6N-. ഇനി അടുത്ത ഡബിൾ ചെയിൻ നമ്മൾ പഠിച്ച ഷീറ്റ് ആണ്. ഷീറ്റ് ആകുമ്പോൾ എന്താ വന്നത്, Si5 അല്ലെ, 5 ഒക്കെ ഉള്ളത് ഇതായിരുന്നു, Si2O5. Si2O5, ഇവിടെ N, ഇവിടെ 2N-. കണ്ടോ, ഇത് ഒരുപാട് തവണ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. Si2O5. ഓക്കെ, കിട്ടി. ഇനി അടുത്തത് ഒന്നുകൂടി ലാസ്റ്റ് പഠിച്ച് 3D സിലിക്കേറ്റ്. 3D ആകുമ്പോൾ എന്തായിരുന്നു ഫോർമുല, അത് തന്നെ ഫോർമുല ബുദ്ധിമുട്ടില്ല അല്ലെ. SiO2 അല്ലെ, SiO2N. ഇങ്ങനെയായിരുന്നു. ക്ലിയർ ആയി. ഇതിന്റെ പേരും കൂടി നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പേര് പഠിച്ചിരുന്നില്ലേ, അതും കൂടി ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഇത് ടെക്ടോസിലിക്കേറ്റ് ആയിരുന്നു അല്ലെ, ടെക്ടോസിലിക്കേറ്റ്. പിന്നെ നമ്മൾ വേറെ പേര് പഠിച്ചത് ഏതിനാ, ഷീറ്റ് സിലിക്കേറ്റ് നമ്മൾ പഠിച്ചു, ഫില്ലോ പഠിച്ചു. പിന്നെ നമ്മൾ വേറെ പേര് പഠിച്ചത് പൈറോയ്ക്ക് നമ്മൾ ഐലൻഡ് എന്ന് പഠിച്ചു. ഓക്കെ, അത്രയ്ക്കും പഠിച്ചത്, അത്രേ ഉള്ളൂ. ഇത്രയാണ് നമ്മൾ ഇൻ സമ്മറി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയാണ് പഠിക്കാൻ ഓർത്ത് വെക്കാനുള്ളത്. ബാക്കി നമുക്ക് എക്സാമ്പിൾ ഇങ്ങനെ ടാൽക്ക്, ക്ലേ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫെഡ്സ്പാർ, അങ്ങനത്തെ പേരുകൾ ഉണ്ടല്ലോ. അതുപോലെ
ടോർട്ട് വെറ്റേറ്റ് ആ പേരുകൾ ഓർത്ത് വെക്കാം. നമ്മുടെ ഇത് തരാന്നുണ്ടെങ്കിൽ ഫോർമുല തന്നാൽ പിന്നെ നമുക്ക് ഈ ജനറൽ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് അറിഞ്ഞാൽ മതി. പക്ഷെ സപ്പോസ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഡിയോക്സൈഡ് അങ്ങനെയൊക്കെ തരാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? യെസ്, ഈ പറഞ്ഞ പോലെ അതൊന്ന് അറിയേണ്ടി വരും. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഡബിൾ ചെയിൻ സിലിക്കേറ്റ് പറഞ്ഞപ്പോൾ ഒരു ടേം ഇത് പറയാൻ പോയി. നമ്മൾ ടെർമോലൈറ്റ് പറഞ്ഞു അല്ലേ, അതിന്റെ കൂടെ ഓർത്ത് വെക്കുന്നതാണ് ആസ്ബസ്റ്റോസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആസ്ബസ്റ്റോസ് എന്താണ്? ഡബിൾ ചെയിൻ ആണ്. അത് കാൽഷ്യം മഗ്നീഷ്യം 3OSi4O11 ഇതാണ് കേട്ടോ. Si4O11 ഡബിൾ ചെയിൻ ആണ് കേട്ടോ. Si4O11 അല്ലേ, ഇതും കൂടി ഉണ്ട്. കാൽഷ്യം മഗ്നീഷ്യം ത്രൈസ് O, ഇതാണ് ആസ്ബസ്റ്റോസ്. അത് എന്തിനാണ്? ഡബിൾ ചെയിൻ ആണ്. ഓക്കെ, അത് ജസ്റ്റ് പറയാൻ വിട്ടാണ് നേരത്തെ, അതും കൂടെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വെക്കാം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടോ, സിലിക്കേറ്റ് വിത്ത് ലെയർ സ്ട്രക്ചർ ക്യാൻ ബി റെപ്രസെന്റഡ്. ലെയർ സ്ട്രക്ചർ ഉള്ള സിലിക്കേറ്റ് ഏതാ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ലെയർ സ്ട്രക്ചർ ഉള്ളത് ഷീറ്റ് സിലിക്കേറ്റിനാണ് കേട്ടോ. ഷീറ്റ് സിലിക്കേറ്റ് ആണ് ലെയർ സ്ട്രക്ചർ. അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല തോന്നുന്നു. ലെയർ സ്ട്രക്ചർ ഏതിനാണ്? ഷീറ്റ് സിലിക്കേറ്റിനാണ്. ഇതാ, യെസ്, ഇതാണ് ലെയർ. ലെയർ സ്ട്രക്ചർ ഇതിനാണ്. ഓക്കെ, അതെന്ത് ചെയ്യുമെന്ന് ഓർത്തേക്കണം. അപ്പൊ ഇവിടെ ഏത് ആൻസർ വരാം? അയ്യോ, ഇത് അങ്ങോട്ട് പോയോ. ഷീറ്റ് സിലിക്കേറ്റിനാണ് എന്ത് വരുന്നത്? ലെയർ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് എന്ത് ചെയ്യാം? നമ്മൾ ജനറൽ ഫോർമുല നോക്കിയാൽ മതി. അവിടെ നിന്ന് നോക്കാം. ജനറൽ ഫോർമുല എന്തായിരുന്നു? Si2O5N2N-. അപ്പൊ ഒന്ന് ഓർത്തേക്ക്. ആൻസർ എന്ത് വരും? ഇവിടെ ഏതാണ് വരുന്നത്? Si2O5N2N-. കണ്ടോ, Si2O5N2N- അല്ലേ, അതാണ് എന്ത്? നമ്മുടെ ഷീറ്റ് സിലിക്കേറ്റ്. ഇത് തന്നെയാണ് എന്ത്? ഷീറ്റ് സിലിക്കേറ്റ് ആണ് ലെയർ എന്ന് പറയുന്നത്. ലെയേർഡ് സ്ട്രക്ചർ, ലെയേർഡ് സിലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഈ ഷീറ്റ് സിലിക്കേറ്റ് ആണ്. നമ്മൾ നേരത്തെ ക്ലേ ഒക്കെ പറഞ്ഞില്ലേ, പിന്നെ മൈക്ക് പറഞ്ഞില്ല. ഓക്കെ, ടാൽക്ക് പറഞ്ഞില്ല. ടാൽക്ക് ഒപ്പം പറയാനുള്ള മൈക്ക് ഞാൻ പറയാൻ വിട്ടാട്ടോ. ടാൽക്കും മൈക്കും എന്താണ്? ഷീറ്റ് സിലിക്കേറ്റ് ആണ്. അത് ഓർത്തേക്കണേ. നമ്മൾ മസ്കോവൈറ്റ് പറഞ്ഞു അല്ലെ, മസ്കോവൈറ്റ് പറഞ്ഞു. യെസ്, മസ്കോവൈറ്റ് ഇതാണ്. മസ്കോവൈറ്റ് എന്താണ്? അതും ഈ ഒരു ഷീറ്റ് സിലിക്കേറ്റ് ആണ്. ഓക്കെ, വൈറ്റ് മൈക്ക എന്നറിയപ്പെടുന്നതാണ് മസ്കോവൈറ്റ്. അത് നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷെ മൈക്ക് പറഞ്ഞില്ല. മൈക്ക ടാൽക്കൊക്കെ എന്താണ്? ഷീറ്റ് സിലിക്കേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയതാണ് ആൻസർ അല്ലെ. Si2O5N2N-. കാരണം ജനറൽ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഫോർമുല ചോദിച്ചിട്ടുണ്ട്. ഫോർമുല അത്ര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ BaTiSi3O9 ഈസ് എ ക്ലാസ് ഓഫ്. ഇത് ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഒരു സിലിക്കേറ്റ്. ഈ സിലിക്കേറ്റ് ഏത് സിലിക്കേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്? ഓർത്തോ ആണോ, സൈക്ലിക് ആണോ, ചെയിൻ ആണോ, ഷീറ്റ് ആണോ? ഇത് നമ്മൾ എവിടെ പഠിച്ചേ? ഓർമ്മ ഉണ്ടോ? ബാരിയം, ടൈറ്റാനിയം എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എന്താകും? ബെൻടോയിറ്റ് അല്ലെ, ബെൻടോയിറ്റ് ആയിരുന്നു അല്ലെ. ബെൻടോയിറ്റ് ഏതായിരുന്നു? ഫസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ? ബെൻടോയിറ്റ് പഠിച്ച ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഇവിടെ അല്ല, ഇത് ഫസ്റ്റ് ഇതാണ്. ഓക്കെ, യെസ്, ബെൻടോയിറ്റ് നമ്മൾ എഴുതിയേ. അവിടെ ഉണ്ട്. ഓക്കെ, സൈക്ലിക് സിലിക്കേറ്റ് ആണ് ബെൻടോയിറ്റ്. ഓക്കെ, അപ്പൊ ബെനിറ്റോയിറ്റ് കേട്ടോ, സ്പെല്ലിംഗ് തെറ്റാവുന്നതാണ്. ബെനിറ്റോയിറ്റ് ആണ് സൈക്ലിക് സിലിക്കേറ്റ്. അതാണ് ഈ BaTiSi3O9 എന്ന് പറയുന്നത്. പിന്നെ ആൻസർ എന്താ വരാ? ആൻസർ വരുന്നത് സൈക്ലിക് സിലിക്കേറ്റ്. ഓക്കെ, ഏതാണ് ആൻസർ? സൈക്ലിക് സിലിക്കേറ്റ്. ക്ലിയർ ആയി? ഇപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാർട്ട് എന്താണ്? അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യത ഉണ്ട്, ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടും ഈ സൈക്ലിക് സിലിക്കേറ്റിൽ പഠിക്കാനുള്ളത് ബെറൈൽ ആണ് കേട്ടോ, പറയാൻ വിട്ടതാണ്. ബെറൈൽ ഇമ്പോർട്ടന്റ് ആണ്. ബെറൈൽ എന്താണ്? സൈക്ലിക് ആണ്. ബെറൈലിന്റെ ഫോർമുല എന്ന് പറയുന്നത് B3Al2Si6O8. ഇതാണ്, ഇത് സൈക്ലിക് ആണ്. B3Al2Si6O8. അപ്പൊ ബെൻടോയിറ്റ് BaTiSi3O9. ഓക്കെ, ഇവിടെ ബാരിയം ബെൻടോയിറ്റ്, ബെറൈൽ BeB ആണ് ഓർത്താലും മതി. ബി കണ്ടോ, ബെർലിയം അല്ലേ ഇത്? ബെർലിയം, അലുമിനിയം, ബാക്കി Si6O8. ബെറൈൽ, ഇവിടെ ബെറൈലിലും ബി ഉണ്ട്, ഈ ഫോർമുലയിലും ബി ഉണ്ട്. അങ്ങനെ കണക്ട് വെക്കാം കേട്ടോ. ഇതെന്താണ്? സൈക്ലിക് ആണ്. അത്ര മതി. അപ്പൊ ഇത്രക്കാണ്. പിന്നെ ഒന്നും കൂടി ജസ്റ്റ് പറയാം, ഇത് ഒരുപാട് എനിക്ക് പറയാതെ പോകാൻ പറ്റുന്നില്ല. വോളസ്റ്റനൈറ്റ് എന്ത് തന്നെയാണ്? സൈക്ലിക് ആണ്. വോളസ്റ്റനൈറ്റിന്റെ ഫോർമുല Ca3. കാൽഷ്യം ഉള്ളതാണ് എന്ത്? വോളസ്റ്റനൈറ്റ്. ഒക്കെ അത്ര മതി കേട്ടോ. ഈ ബെറൈലും ബെൻടോയിറ്റും ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി? അപ്പൊ ഇത്ര നമുക്ക് സിലിക്കേറ്റ് പറയാനുള്ളൂ. ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഒന്ന് റിവൈസ് ചെയ്തില്ല നമ്മൾ. അപ്പോൾ ജനറൽ ഫോർമുല എന്തായാലും പഠിക്കാം, എക്സാമ്പിൾസും പഠിക്കാം. ഇത്രയാണ് നമുക്ക്. എത്ര ഓക്സിജൻ ആറ്റംസ് ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തേക്കണം. ക്ലിയർ ആയി? നമുക്ക് ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമ്മളെ ഗ്രൂപ്പ് 40 എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇത്ര പഠിക്കാനുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് കാർബൺ അല്ലോട്രോപ്പും ഈ സിലിക്കേറ്റുകളും മാത്രമേ ഇനി പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് 50 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. താങ്ക് യു.